ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് വോയിസസ് ഓഫ് വിമനിലെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ ആദ്യകാല ഫെമിനിസ്റ്റ് നാടകങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. നമ്മളിവിടെ ഈ പ്ലേയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. ദേവകി ആൻഡ് പാർവതി ആർ ഇൻ ദെയർ ഹോസ്റ്റൽ റൂം. പ്ലേയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഹോസ്റ്റൽ റൂമാണ്. അവിടെ ദേവകി, പാർവതി എന്നിവയുള്ള രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നു. ദേവകി കോൺഷ്യസ് ഓഫ് ഹർ ബ്യൂട്ടി വെയർസ് മേക്കപ്പ്. പാർവതി പ്ലേഫുള്ളി ടീസസ്. ദേവകി ഒരുപാട് ബ്യൂട്ടി കോൺഷ്യസ് ആണെന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാര്യമായിട്ട് കണ്ണാടിക്ക് മുമ്പിൽ നിന്നിട്ട് മേക്കപ്പ് ചെയ്യുകയും സാരി ഉടുക്കുകയൊക്കെയാണ് അവൾ ചെയ്യുന്നത്. ഇനി പാർവതി ആണെങ്കിൽ പ്ലേഫുള്ളി ടീസസ്. ഇവളുടെ സൗന്ദര്യബോധത്തെ ഇങ്ങനെ ചെറുതായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സാവിത്രി, എ യങ്ങർ സ്റ്റുഡൻറ്, സീക്സ് ഹെൽപ്പ് വിത്ത് എ മാത്ത് പ്രോബ്ലം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അടുത്തൊരു ക്യാരക്ടർ അങ്ങോട്ട് വരുന്നു. സാവിത്രി എന്ന് പറയുന്ന ഇവരെക്കാളും ചെറുപ്പമായിട്ടൊരു സ്റ്റുഡൻ്റ് ആണ്. ഒരു മാത്ത് പ്രോബ്ലത്തിൽ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. They discuss studies revealing that Devaki has already lost 3 times. അങ്ങനെ അവർ മൂന്നുപേരും ഈ പഠനത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ദേവകി ഓൾറെഡി 3 തവണ എക്സാമിൽ തോറ്റിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു വട്ടം കൂടി തോൽക്കുകയാണെങ്കിൽ ദേവകിയും പാർവതിയും ക്ലാസ്മേറ്റ്സ് ആവും എന്നൊക്കെയാണ് അവർ പറയുന്നത്. സാവിത്രി മെൻഷൻസ് ദേവസേന പ്രൊഹിബിറ്റഡ് ഫ്രം സ്റ്റഡിയിങ് ബൈ അപ്പൻ ഡ്യൂ ടു പ്യൂബർട്ടി. അങ്ങനെ സാവിത്രി ദേവസേന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയുന്നു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇനി ദേവസേന പഠിക്കാൻ വേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. കാരണം അവളുടെ അപ്പൻ, അതായത് അവളുടെ അങ്കിളാണ് ഉദ്ദേശിക്കുന്നത്, അവളടുത്ത് പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡ്യൂ ടു പ്യൂബർട്ടി, അവൾക്ക് പ്രായപൂർത്തിയായി എന്നുള്ളതാണ് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവളുടെ വീട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ദേവസേന ഇനി പഠിക്കാൻ വരില്ല എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നു. ദേ ടോക്ക് അബൌട്ട് എ വക്കീൽ, ദേവകീസ് സ്യൂട്ടർ ആൻഡ് വിമൻ ലൂസിങ് ഫ്രീഡം ആഫ്റ്റർ മാരേജ്. അങ്ങനെ അവർ കുറച്ച് സമയം ഈ ദേവസേനയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എങ്ങനെ അവളെ സഹായിക്കാൻ പറ്റുന്നൊക്കെ. പിന്നെ അവരുടെ സംസാരം ഒരു വക്കീലിലേക്ക് വരുന്നു, ഒരു അഡ്വക്കേറ്റ്. നമ്മുടെ ദേവകിക്ക് വിവാഹാലോചനയായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വിവാഹത്തിന് ശേഷം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ പരിചയത്തിലുള്ള കുറച്ച് ആളുകളുടെ അനുഭവങ്ങളും എക്സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് അവർ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ദേവകി ഡിക്ലെയർസ് ഷീ വോണ്ട് സറണ്ടർ ഹെർ ഫ്രീഡം. അപ്പോൾ ദേവകി പറയുന്നു, ഞാൻ അങ്ങനെ എൻ്റെ സ്വാതന്ത്ര്യമൊന്നും ആരുടെ മുമ്പിലും ഇങ്ങനെ അടിയറവ് വയ്ക്കില്ല. ഞാൻ വിവാഹം കഴിഞ്ഞാലും എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ജീവിക്കണം എന്നുള്ള രീതിയിലൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട്. പാർട്ട് 2. പാർവതി ആൻഡ് സാവിത്രി വിസിറ്റ് ദേവസേനാസ് ഹൗസ്. അപ്പോൾ ദേവസേന ഇപ്പോൾ ഹോസ്റ്റലിലേക്കും ക്ലാസ്സിലേക്കൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. പാർവതിയും സാവിത്രിയും ദേവസേനയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അടുത്ത രംഗത്തിൽ അമരാട്ടമ്മ, ദേവസേനാസ് ഗ്രാൻഡ് മദർ ഈസ്റ്റർ. അമരാട്ടമ്മ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം നമ്മുടെ ദേവസേനയുടെ ഗ്രാൻഡ് മദറാണ്. അവരും വീട്ടിലുണ്ട്. ദ ഡിസ്കസ് ദേവകീസ് മാരേജ് ടു ദ വക്കീൽ. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ദേവകിയുടെ വിവാഹത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ദേവകിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഒരു വക്കീലുമായിട്ട്, ഒരു അഡ്വക്കേറ്റുമായിട്ടുള്ളൊരു വിവാഹാലോചനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കല്യാണം നടന്നു എന്നുള്ള കാര്യം നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു. ശ്രീദേവി, എ devotee, arrives and talks with അമരാറ്റമ്മ as the young women go inside. മറ്റൊരു കഥാപാത്രം അവിടേക്ക് വരുന്നുണ്ട്, ശ്രീദേവി എന്ന് പറഞ്ഞിട്ട്. അവരൊരു ഡെവോട്ടിയാണ്, വളരെ ഭക്തയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർ ഈ അമരാട്ടമ്മയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ മറ്റ് സ്ത്രീകൾ, ചെറുപ്പക്കാരികളായിട്ടുള്ളവർ അകത്തേക്ക് പോകുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ദേ എക്സ്പ്രസ് ഡിസപ്പോയിൻമെന്റ് അബൌട്ട് ലോവർ കാസ്റ്റ് എൻറ്ററിങ് ടെമ്പിൾസ്. അപ്പോൾ ഈ ഭക്തയായിട്ടുള്ള ശ്രീദേവി അവർ സംസാരിക്കുന്നത് ഈ അമ്പലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഈ അയിത്തം എന്ന് പറയുന്നത് നിരോധിക്കപ്പെടുകയും ജാതിയുടെ പേരിൽ ആളുകൾക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാനുള്ള വിലക്കുകളൊക്കെ നീക്കപ്പെടുകയും ചെയ്യുന്നത്. അതിനെ വളരെ നെഗറ്റീവായിട്ടാണ് ഇവർ കാണുന്നത്. അതായത് ഈ പല ജാതിയിലുള്ള ആളുകൾ അമ്പലത്തിലേക്ക് കയറുന്നത് മോശമാണ്, അവിടെ ശുദ്ധിയില്ല,
അപ്പോൾ ഇവർ ഒരു തവണ കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ വീണ്ടും കുളിക്കണം എന്നുള്ള അവസ്ഥയാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇവർ സംസാരിക്കുന്നത്. ദേ മെൻഷൻ ദേവസേന സ്യൂട്ടർ എ നമ്പൂതിരി സീക്കിംഗ് എ സെക്കൻഡ് മാരേജ്. എന്നിട്ട് അവർ ദേവസേനയുടെ ഒരു വിവാഹാലോചനയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു നമ്പൂതിരിയാണ്, അയാൾ സെക്കൻഡ് മാരേജ് ആണ് നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്ന ഒരു നമ്പൂതിരിയെ കുറിച്ച് പറയുന്നുണ്ട്. ദേവസേനയ്ക്ക് വന്നിട്ടുള്ള ഒരു വിവാഹാലോചനയാണ്. ദേവസേനയ്ക്ക് ആ സമയത്ത് ഒരു 14-15 വയസ്സാണ് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പ്രായത്തിലാണ് ഇങ്ങനെ രണ്ടാം വിവാഹക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള അവളുടെ വീട്ടിലുള്ള ആലോചനകൾ നടക്കുന്ന കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പാർട്ട് 3, വക്കീൽസ് ഹൗസ്. അടുത്ത രംഗം നമ്മൾ കാണുന്നത് വക്കീലിന്റെ വീട്ടിലാണ്. നമ്മുടെ ദേവകിയുമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളാണ് അയാൾ. ഹി വെയർസ് ആൻ RSS യൂണിഫോം ആൻഡ് പ്രാക്ടീസസ് മാർഷ്യൽ ആർട്സ്. അപ്പോൾ ഇയാൾ RSSന്റെ ഒരു യൂണിഫോമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയുധ പരിശീലനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദേവകി സജസ്റ്റ് അറ്റൻഡിങ് എ കൺവെൻഷൻ ആൻഡ് വാച്ചിങ് എ ഡ്രാമ സൂൺ. ദേവകി എന്നിട്ട് ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട്, യോഗക്ഷേമ സഭയുടെ ഒരു സമ്മേളനം വരുന്നുണ്ട്, ആ സമ്മേളനത്തിൽ ഒരു നാടകമൊക്കെ ഉണ്ട്, നമുക്ക് ആ സമ്മേളനത്തിൽ പോവാം, നാടകം കാണാം എന്നൊക്കെയാണ് പറയുന്നത്. The വക്കീൽ criticizes them for ties with the communists, suggesting a Hindu convention and their drama instead. അപ്പോൾ വക്കീൽ അതിനോട് വിമർശനപരമായിട്ടാണ് പ്രതികരിക്കുന്നത്. അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ള രീതിയിലും അതിനൊന്നും നമുക്ക് പോകണ്ട, നമുക്കൊരു ഹിന്ദു സമ്മേളനത്തിന് പോവാം, അവിടെ ഹിന്ദുക്കളുടെ ഒരു നാടകമുണ്ട്, അത് കാണാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാൾ പറയുന്നത്. Upon enters and the വക്കീൽ frantically asks ദേവകി to go inside, which she eventually does. അങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്താണ് അപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ ദേവസേനയുടെ അങ്കിൾ അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇയാൾ വരുന്ന സമയത്ത് വക്കീൽ പറയുന്നത് ദേവകി വേഗം അകത്തേക്ക് പോകണം എന്നുള്ള രീതിയിലാണ്. കാരണം പുറമേ നിന്ന് ഒരാൾ വരുന്ന സമയത്ത് സ്ത്രീകൾ പുറത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അയാൾ കാണുന്നത്. അപ്പോൾ ദേവകി ചോദിക്കുന്നുണ്ട്, അയാൾ വരുന്നതിന് ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ അവളെ ഉന്തിത്തള്ളി വീടിനകത്തേക്ക് പറഞ്ഞയക്കുന്നു. Appan and the വക്കീൽ discuss politics and Devasena's proposed marriage to village in Karnataka with Appan taking money for the alliance. അപ്പോൾ ഈ അപ്പനും വക്കീലും തമ്മിൽ കുറച്ച് രാഷ്ട്രീയമൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ യോഗക്ഷേമ സഭയുടെ കമ്മിറ്റികളിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ജയിക്കുന്നത്, അവരുടെ ആളുകളൊന്നും ജയിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ അവർ പറയുന്നു. പിന്നീട് ഈ ദേവസേനയുടെ ഈ ഉറപ്പിച്ചിട്ടുള്ള കല്യാണത്തെ കുറിച്ച് പറയുന്നുണ്ട്. കർണാടകയിലെ ഒരു ഗ്രാമത്തിലേക്കാണ് ഈ കല്യാണം ഉറപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ അപ്പൻ എന്ന് പറയുന്ന ആള് ഈ കല്യാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. 3350 രൂപയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 350 രൂപ വാങ്ങിയിട്ടുണ്ട്, ബാക്കി 3000 രൂപ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരും എന്ന രീതിയിലൊക്കെയാണ് അയാൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സാധാരണ രീതിക്ക് ആ കാലഘട്ടത്തിൽ നാട്ടിലുണ്ടായിരുന്നത് സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ അങ്ങോട്ട് പണം കൊടുക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ദേവസേനയുടെ വീട്ടുകാരനായിട്ടുള്ള ഇയാൾ ഇങ്ങോട്ടാണ് പൈസ മേടിക്കുന്നത്. അപ്പോൾ അത് തന്നെ അത് എത്രമാത്രം വിവാഹമാണ്, ഒരു വിൽപ്പനയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നമുക്ക് സൂചനകൾ തരുന്ന ഒരു കാര്യമാണ്. പാർട്ട് 4, ഇഷ്യൂസ് അറൈസ് ബിറ്റ്വീൻ ദേവകി ആൻഡ് ദ വക്കീൽ. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ദേവകിയും അവളുടെ ഹസ്ബൻഡ് ഈ അഡ്വക്കേറ്റും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. പല വിഷയങ്ങളെ കുറിച്ചിട്ടും അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. ദേ ആർഗ്യൂ അബൌട്ട് തൊഴിൽ കേന്ദ്രം ആൻഡ് അതർ മാറ്റേഴ്സ്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് തൊഴിൽ കേന്ദ്രത്തെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. തൊഴിൽ കേന്ദ്രം എന്ന് പറയുന്നത് ഈ നമ്പൂതിരി കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾക്ക് അക്കാലത്ത് ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതായത് ഇവർക്ക് സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിക്കാത്തത് എന്നുള്ള ഒരു കണ്ടെത്തലിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിൽ നിന്ന് അവർക്ക് തുന്നൽ അതുപോലുള്ള ചെറിയ ജോലികളൊക്കെ പരിശീലിക്കാൻ ഒരു ആശ്രയമാവുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ തൊഴിൽ കേന്ദ്രം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ട് ദേവകിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. അവൾ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ വക്കീലാണെങ്കിൽ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഭർത്താക്കന്മാർ പറഞ്ഞ് കേട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. അയാൾ അതിനെക്കുറിച്ചിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദേവകി വാണ്ട്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ അന്തർജന സഭാസ് പ്രോഗ്രാം ബട്ട് ദ വക്കീൽ ഫൈൻഡ്സ് എക്സ്ക്യൂസസ് ടു പ്രിവെന്റ് ഇറ്റ്. അപ്പോൾ ദേവകി എന്നിട്ട് അന്തർജന സഭയുടെ പരിപാടികളിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഷൊർണൂർ ഒരു പരിപാടി വരുന്നുണ്ട്, ആ പരിപാടിക്ക് പോവാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ അവൾ പറയുന്നു. വക്കീല്
തുടക്കത്തിൽ നേരിട്ട് അവളുടെ അടുത്ത് പോകണ്ട എന്നല്ല പറയുന്നത്, പകരം ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം വേറൊരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ അന്നത്തെ ദിവസമാണ് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് അതിഥികളെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് അതിഥികൾ വരുന്ന സമയത്ത് നീ ഇല്ലെങ്കിൽ മോശമാവില്ലേ, അങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവളെ തടയാനാണ് അയാൾ ആദ്യം ശ്രമിക്കുന്നത്. നീ അങ്ങനെ പോകണ്ട എന്നുള്ള കാര്യം അയാൾ ആദ്യം പറയുന്നില്ല. ദ വക്കീൽ ഡിസ്മിസസ് ദ സെർവൻറ്റ് ആൻഡ് ഇൻസിസ്റ്റ് ദേവകി മാനേജ് ദ കിച്ചൺ. പിന്നീട് അയാൾ ചെയ്യുന്ന കാര്യം, ആ വീട്ടിലുണ്ടായിരുന്ന പാചകക്കാരനെ അയാൾ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ദേവകിയുടെ അടുത്ത് ഇനി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നീ നോക്കണം എന്ന് പറയുന്നു. അപ്പോൾ ദേവകിനെ അങ്ങനെ അടുക്കളയിലെ കാര്യമൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അയാൾ ചിന്തിക്കുന്നത്. പാർവതി അറൈവ്സ് ലേറ്റർ ആൻഡ് ലേൺസ് ദേവകി കാണ്ട് അറ്റൻഡ് ദ പ്രോഗ്രാംസ്. അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ പാർവതി അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. പാർവതി ഈ പരിപാടിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ദേവകിയുടെ ഈ അവസ്ഥ അവൾ മനസ്സിലാക്കുന്നുണ്ട്. അയാൾ പാചകക്കാരനെ അവിടെ പറഞ്ഞയച്ചതും ഇവളെ അടുക്കളയിൽ ഇങ്ങനെ തളച്ചിടാൻ വേണ്ടി നോക്കുന്ന കാര്യമൊക്കെ, അതുപോലെ തന്നെ ഇയാൾ ഈ പരിപാടിക്ക് പോകാൻ പറ്റാത്തതിന് ഓരോ കാരണങ്ങൾ പറഞ്ഞതൊക്കെ. അപ്പോൾ പാർവതി ദേവകിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അയാൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് നിന്നെ ഇവിടെ വീട്ടിൽ തന്നെ തളച്ചിടണം എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ടെൻഷൻസ് റൈസ് ആസ് ദ വക്കീൽ refuses to give money ദേവകി promised for തൊഴിൽ കേന്ദ്രം, ലീഡിങ് ഹെർ ടു ഗീവ് ഹെർ ഗോൾഡ് ചെയിൻ ടു പാർവതി. അതിനുശേഷം അവിടെ വീണ്ടും ടെൻഷൻസ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ദേവകി ഒരു 100 രൂപ ഈ തൊഴിൽ കേന്ദ്രത്തിലേക്ക് പിരിവ് കൊടുക്കാം എന്നുള്ള കാര്യം പാർവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവകി ഈ പൈസ അയാളുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അയാൾ കൊടുക്കുന്നില്ല. ദേവകി പറയുന്നത്, ഞാൻ വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങോട്ട് കുറച്ച് പൈസയൊക്കെ ആയിട്ടല്ലേ വന്നത്, സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ എനിക്ക് അതിന്ന് എൻ്റെ പൈസയിൽ നിന്ന് തന്നാൽ മതി എന്ന രീതിയിലേക്കാണ് ദേവകി പറയുന്നത്. പക്ഷെ വക്കീൽ പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എൻ്റെ പൈസയാണ്, ഞാൻ അതിന് തരില്ല എന്ന രീതിയിലേക്കാണ് പറയുന്നത്. അവസാനം ഇവർ നമ്മളിങ്ങനെ തർക്കമായിട്ട് ദേവകി അവളുടെ ഒരു സ്വർണ്ണമാല ഊരിക്കൊണ്ട് അത് പാർവതിക്ക് കൊടുക്കുകയാണ്. ആ രീതിയിലാണ് ആ രംഗം അവസാനിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദേവകിയും അതുപോലെ വക്കീലും തമ്മിലുള്ള ഈ ബന്ധമൊക്കെ ഏറെക്കുറെ വഷളായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. പാർട്ട് 5. ഇനി നമ്മുടെ നാടകം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അറ്റ് പാർവതീസ് ലോഡ്ജ് ഷീ ഡിസ്കസസ് എ ലെറ്റർ ഫ്രം ദേവസേന വിത്ത് പാർവതി ഹു ആസ്ക്സ് ഫോർ ഹെൽപ്പ് ടു എസ്കേപ്പ് എ ഫോഴ്സ്ഡ് മാരേജ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ പാർവതിയുടെ ലോഡ്ജിലാണ്. അവിടെ ദേവകിയും പാർവതിയും തമ്മിൽ സംസാരിക്കുന്നതാണ്. അവരുടെ കയ്യിൽ ഒരു കത്തുണ്ട്. ദേവസേന അവർക്കൊരു കത്ത് അയച്ചിരിക്കുകയാണ്. അവളെ നിർബന്ധിച്ച് ഇങ്ങനെ ഒരു വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ്, അവളെ അതിൽ നിന്ന് രക്ഷിക്കണം, അവൾ വീട് വിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എവിടെയെങ്കിലും നിൽക്കാൻ ഒരു ഇടം വേണം എന്നുള്ള രീതിയിലുള്ള സഹായം ചോദിച്ചുകൊണ്ടാണ് അവൾ കത്തയച്ചിരിക്കുന്നത്. ദ ഡിസൈഡ് ടു ബ്രിങ് ഹെർ ടു തൊഴിൽ കേന്ദ്രം. അപ്പോൾ അങ്ങനെ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന ആളുകൾക്ക് ഒരു സഹായം എന്നുള്ള രീതിയിലാണല്ലോ ഒരു തൊഴിൽ കേന്ദ്രം ഓൾറെഡി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അവളെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാമെന്നും അവളെ എന്തെങ്കിലും തൊഴിൽ പഠിപ്പിച്ചിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാം എന്ന രീതിയിലൊക്കെ അവർ പറയുന്നു. ഇൻ ദ നെക്സ്റ്റ് സീൻ ദ വക്കീൽ ട്രൈസ് ടു സ്റ്റോപ്പ് ദേവകി ഫ്രം ഗോയിങ് വിത്ത് പാർവതി. അടുത്ത രംഗത്തിൽ നമ്മൾ കാണുന്നത് ഈ ദേവകി പാർവതിയുടെ കൂടെ ദേവസേനയെ വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വക്കീലുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. ആദ്യം ഇവള് പറയുന്നില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സമ്മതിക്കില്ല എന്ന് അവൾക്ക് അറിയാം. പക്ഷെ അയാൾ നിർബന്ധിച്ച് ചോദിച്ചിട്ട് അവൾ പറയുന്നു. അപ്പോൾ അത് വീണ്ടും തർക്കത്തിലേക്ക് വഴിവെക്കുന്നു. അയാൾ പറയുന്നു ഇങ്ങനെ ഒരാളെ വീട്ടിൽ നിന്ന് ഇറക്കാനൊക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്, കേസാണ്, അങ്ങനെയാണൊക്കെ പറയും. ദേവകി പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രശ്നം ഉണ്ടായി ഞാൻ സഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ തർക്കമാവുകയും പിന്നീട് ദേവകി പറയേണ്ടി വരുന്നുണ്ട്, നിങ്ങൾ സ്വഭാവത്തിലൊരു മാറ്റം വരും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അവൾ പറയുന്നുണ്ട്. ദേ ആർഗ്യൂ ആൻഡ് ദേവകി അസേർട്സ് ഷീ വോണ്ട് ബി എ സ്ലേവ് ടു ഹെർ ഹസ്ബൻഡ്. അങ്ങനെ അവരുടെ തർക്കം മുറുകിയിട്ട് അവസാനം ദേവകിക്ക് പറയേണ്ടി വരുന്നുണ്ട്, അങ്ങനെ ഹസ്ബൻഡിന്റെ അടിമയായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടുന്ന് ഇറങ്ങി വരുന്നത്. ഇൻ ദ ഫൈനൽ സീൻ ദേവകി ആൻഡ് പാർവതി ടേക്ക് ദേവസേന ഫ്രം ഹെർ ഹോം ഫേസിങ് ഒപ്പോസിഷൻ ഫ്രം അപ്പൻ ബട്ട് റിമൈനിങ് ഡിറ്റർമിൻഡ്. ഇനി ഈ പ്ലേയുടെ അവസാന രംഗത്തിൽ നമ്മൾ കാണുന്നത് ദേവകിയും പാർവതിയും കൂട്ടിയിട്ട് ദേവസേനയെ അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതാണ്. സ്വാഭാവികമായിട്ടും അവനെ വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആ അപ്പനുമായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അയാൾ തടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അയാൾ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മറുപടി കൊടുക്കുകയും അവസാനം അയാളെ തള്ളി മാറ്റിക്കൊണ്ടാണ് അവർ ദേവസേനയുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഈ രീതിയിലാണ് നമുക്ക് ഈ പ്ലേയിൽ കാര്യങ്ങൾ വരുന്നത്.
അപ്പോൾ പ്രത്യേകിച്ചും നമ്പൂതിരി കമ്മ്യൂണിറ്റിക്കകത്ത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, നമ്പൂതിരി കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷൻ മാത്രമാണ് നമ്പൂതിരി കമ്മ്യൂണിറ്റിയിൽ നിന്ന് വിവാഹം കഴിക്കുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ മറ്റ് കമ്മ്യൂണിറ്റികളിൽ നിന്നാണ് വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വിവാഹം എന്ന് പറയുമ്പോൾ അതോ സംബന്ധം എന്നാണോ പറയുക എന്നുള്ളതൊക്കെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ വളരെ പ്രായം കുറഞ്ഞ 14ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളൊക്കെ വളരെ പ്രായം കൂടിയ ആളുകളുമായിട്ടുള്ള വിവാഹം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ നമ്പൂതിരി കമ്മ്യൂണിറ്റിക്കകത്ത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരുള്ള ഒരു പ്രതിഷേധമായിട്ട് വരുന്ന ഒരു നാടകമായിട്ടാണ് നമ്മളത് കാണുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വെൻ വാസ് അന്തർജന സമാജം ഫോംഡ്? അന്തർജന സമാജം എന്നാണ് രൂപീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അന്തർജന സമാജം വാസ് ഫോംഡ് ഇൻ 1931 ടു റിഫോം ദ നമ്പൂതിരി കമ്മ്യൂണിറ്റി. 1931 അത് രൂപീകരിക്കപ്പെടുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് തൊഴിൽ കേന്ദ്രം? ഇനി ആദ്യത്തെ തൊഴിൽ കേന്ദ്രത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ ഫസ്റ്റ് നോൺ തൊഴിൽ കേന്ദ്രം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ലക്കിടി ഇൻ ചേരമംഗലം വന. ആദ്യത്തെ തൊഴിൽ കേന്ദ്രം ചേരമംഗലം മനക്കകത്താണ്, ലക്കിടിയിൽ സ്ഥാപിക്കുന്നത്. വെൻ ആൻഡ് ഓൺ വാട്ട് ഒക്കേഷൻ വാസ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് ഫസ്റ്റ് പെർഫോംഡ്? ഇനി ഈ നാടകം ആദ്യമായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ പ്ലേ വാസ് ഫസ്റ്റ് സ്റ്റേജിൽ ഇൻ 1948 ഇൻ ചേർപ്പ് സ്കൂൾ ഇൻ തൃശൂർ ഡിസ്ട്രിക്ട്. തൃശ്ശൂരിലെ ചേർപ്പ് സ്കൂളിൽ 1948 ആണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ക്യാരക്ടർ അനാലിസിസ് ഓഫ് ദേവകി. ദേവകിയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദേവകി ഈസ് പോർട്രേഡ് ആസ് എ ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് വുമൺ ഹു വാല്യൂസ് ഹെർ ഫ്രീഡം. സ്വന്തം സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്ന ഒരു ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് വുമൺ ആയിട്ടാണ് ദേവകിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഷീ ഈസ് കോൺഷ്യസ് ഓഫ് ഹെർ ബ്യൂട്ടി ബട്ട് ഓൾസോ ഡിറ്റർമിൻ ടു നോട്ട് ലെറ്റ് ഇറ്റ് ഡിഫൈൻ ഹെർ ഓർ ലിമിറ്റ് ഹെർ ചോയ്സസ്. ഇനി അവൾ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള, കുറച്ച് ആഡംബരത്തോടു കൂടിയൊക്കെ നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ്. പക്ഷെ അത് അവളുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നവൾ ഉറപ്പുവരുത്തുന്നുണ്ട്. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് അവളുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെയാണ് അവളുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ദേവകി ഈസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് പാഷനറ്റ് അബൌട്ട് സോഷ്യൽ ഇഷ്യൂസ് ആസ് ഇൻ ഹെർ ഡിസയർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ അന്തർജനസഭാസ് പ്രോഗ്രാംസ് ആൻഡ് ഹെർ സപ്പോർട്ട് ഫോർ തൊഴിൽ കേന്ദ്രം. മറ്റൊന്ന്, സോഷ്യൽ ഇഷ്യൂസിനകത്ത് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ദേവകി. അതുകൊണ്ടാണ് ഈ സമ്മേളനത്തിനും അതുപോലെ തന്നെ അന്തർജന സഭയുടെ പ്രോഗ്രാമുകൾക്ക് പോകണം എന്ന് അവൾ പറയുന്നതും അതുപോലെ തൊഴിൽ കേന്ദ്രത്തിന് അവൾ സപ്പോർട്ട് കൊടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഷീ ഡിഫൈസ് സൊസൈറ്റൽ നോംസ് ബൈ റിഫ്യൂസിംഗ് ടു ബി സബ്സർവിയൻ ടു ഹെർ ഹസ്ബൻഡ് ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ആക്ഷൻസ് അഗെയിൻസ്റ്റ് ഒപ്പസീവ് ട്രഡീഷൻസ്. ഇനി അവൾ ഈ സൊസൈറ്റൽ നോംസ്, സമൂഹത്തിൻ്റെ ഈ ധാരണകളെയെല്ലാം തെറ്റിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ അവളെ കാണുന്നത്. അവളുടെ ഹസ്ബൻഡിൻ്റെ ഇങ്ങനെ സബ്സർവിയൻ്റ് ആയിട്ട് അടിമപ്പെട്ട് ജീവിക്കാനൊന്നും തയ്യാറല്ല എന്ന് അവൾ പ്രഖ്യാപിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒപ്രസീവ് ട്രഡീഷൻസ്, ഈ ദേവസേനയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന, അവളുടെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് കൂടിയാണ് നമ്മൾ ദേവകി ഇവിടെ കാണുന്നത്. ഇവാലുവേറ്റ് പാർവതി ആസ് ദ ലീഡിംഗ് റിഫോമർ. ഇനി ഈ റിഫോർമേഷൻ, ഇവിടെയുള്ള ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം ലീഡ് ചെയ്യുന്നത് പാർവതിയാണ്. അതാണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. പാർവതി emerges as a strong voice for reform, especially in the context of rescuing Devasena from a forced marriage. പാർവതിയാണ് ഇവിടെ റിഫോർമേഷൻസിന് ലീഡിങ് കൊടുക്കുന്നത്. ഈ ദേവസേനയെ അവളുടെ സമ്മതമില്ലാതെ വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിനും അവളെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നതിനും അത്തരമുള്ള കാര്യങ്ങളിലൊക്കെ ലീഡിങ് ചെയ്യുന്നത് പാർവതിയാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഷീ സപ്പോർട്ടീവ് ഫ്രണ്ട് ടു ദേവകി ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഡിസിഷൻ ടു ബ്രിങ് ദേവസേന ടു തൊഴിൽ കേന്ദ്രം. അതുപോലെ തന്നെ ദേവകിയുടെ ഒരു സപ്പോർട്ടീവ് ഫ്രണ്ടാണ്. ദേവകിയുടെ ഹസ്ബൻഡ് ഇവളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് അവളെ വീട്ടിനകത്ത് തന്നെ ആക്കാൻ നോക്കുന്ന സമയത്ത് അതെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പാർവതിയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദേവസേനയുടെ കാര്യത്തിലും ഇടപെടൽ നടത്തുന്നത് പാർവതിയാണ്. പാർവതീസ് ആക്ഷൻസ് അലൈൻ വിത്ത് ദ തീം ഓഫ് വുമൻസ് എംപവർമെന്റ് ആൻഡ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഒപ്രസീവ് നോംസ്. ഇനി അവളുടെ മറ്റ് ആക്ഷൻസ്, ഈ അന്തർജന സഭയുടെ പ്രോഗ്രാമുകൾ ലീഡ് ചെയ്യുന്നത്, തൊഴിൽ കേന്ദ്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാർവതിയിൽ കാണുന്നത്. ആ രീതിയിൽ പാർവതിയാണ് അവിടുത്തെ ലീഡിംഗ് റിഫോമർ എന്ന് നമുക്ക് പറയാവുന്നതാണ്.
റെപ്രസെൻറ്റേഷൻ ഓഫ് വക്കീൽസ് ക്യാരക്ടർ. നമ്മുടെ ദേവകിയുടെ ഹസ്ബൻഡിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വക്കീൽ represents a traditional conservative mindset that seeks to control women and restrict their freedom. ഒരു പരമ്പരാഗതമായിട്ടുള്ള പിന്തിരിപ്പനായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് നമ്മൾ വക്കീലിനെ കാണുന്നത്. തൻ്റെ വൈഫിനെ കൺട്രോൾ ചെയ്യണം, തൻ്റെ വരുതിക്ക് നിർത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് അയാൾ. His character symbolizes the oppressive nature of patriarchal society, as seen in his attempts to stop Devaki from participating in social activities and his interference in her decision making. ഇനി ഈ ഒപ്രസീവ് പാട്രിയാർക്കിയുടെ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ ഈ വക്കീൽ എന്നുള്ള ക്യാരക്ടറിനെ കാണുന്നത്. ഈ ദേവകി അവിടെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫ് അവൾക്ക് ഇല്ല, അവളെ അടുക്കളക്കകത്ത് തളച്ചിടണം എന്നുള്ള രീതിയിലാണ് അയാൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഇവള് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ഇയാൾ കയറി ഇടപെടുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വക്കീൽസ് ക്യാരക്ടർ സെർവ്സ് as a foil to Devaki and Parvati, highlighting the clash between traditional and progressive ideologies. ഇനി വക്കീലിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ദേവകി, പാർവതി തുടങ്ങിയിട്ടുള്ള അവരുടെ ഈ ലക്ഷ്യങ്ങൾ, ആശയങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അപ്പോൾ ഈ പ്രോഗ്രസീവ് ഐഡിയോളജിയും അതുപോലെ തന്നെ ട്രഡീഷണൽ ഐഡിയോളജിയും തമ്മിലൊരു ക്ലാഷിനകത്ത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്രിയാർക്കൽ ആയിട്ടുള്ള ഐഡിയോളജിയുടെ സിമ്പിളായിട്ടാണ് നമ്മൾ വക്കീലിനെ ഇവിടെ കാണുന്നത്. എക്സ്പ്ലനേഷൻ ഓഫ് ദ ക്ലൈമാക്സ് ഓഫ് ദ ഡ്രാമ. ഇനി ഇതിലെ ക്ലൈമാക്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. The climax of the drama occurs when Devaki and Parvati, with a determination, take Devasena from her home, despite opposition from Appan. അപ്പോൾ ദേവസേനയെ ഇങ്ങനെ നിർബന്ധിച്ച് അവളുടെ സമ്മതമില്ലാതെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർവതിയും ദേവകിയും കൂടി അവളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നു. അവിടെയുള്ള അപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം അവരെ എതിർക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് അവളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതാണ് നമ്മൾ ഈ ക്ലൈമാക്സ് രംഗത്തിൽ കാണുന്നത്. This moment symbolizes a decisive break from societal norms and a defiance of oppressive forces. അപ്പം നമ്മളിവിടെ കാണുന്നത് സമൂഹത്തിന്റെ ഈ ധാരണകളെ അവിടെ തെറ്റിക്കുകയാണ്. അതുപോലെ തന്നെ ഒപ്രസീവ് ഫോഴ്സ്, ഈ അപ്പൻ തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇവരുടെ മേലിങ്ങനെ അധികാരം സ്ഥാപിക്കുന്നത്, അതിനെയെല്ലാം പൊട്ടിച്ചെറിയുന്നതിന്റെ ഒരു സിമ്പിളായിട്ടാണ് നമുക്ക് ആ രംഗം കാണുന്നത്. It marks a turning point in the narrative where the characters' actions reflect their commitment to challenging unjust traditions and fighting for women's rights. അപ്പോൾ ഇത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മൾ ഈ പ്ലേ തുടങ്ങുന്ന സമയത്ത് ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന രംഗം മുതൽ നമ്മൾ കാണുന്നത് ഇവര് സംസാരിക്കുന്നത് മുഴുവൻ ഇങ്ങനെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സമൂഹത്തിലെ ഈ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ അവരിങ്ങനെ ഇത്രയും കാലം സംസാരിച്ചിരുന്ന ചിന്തിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അവർ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മൾ ഈ രംഗത്തിൽ കാണുന്നത്. The climax is a stage for a resolution where the characters' efforts to bring about social change are put to the test, leading to a potentially transformative outcome for the society depicted in the drama. അപ്പോൾ ഈ നാടകത്തിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ള ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്പൂതിരി കമ്മ്യൂണിറ്റി, ഇതുപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരുപാട് ഒപ്രഷൻ അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം എന്നതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഈ ക്ലൈമാക്സിനെ കാണാവുന്നതാണ്. ഇനി ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, കമ്പയറിംഗ് അപ്പൻ ആൻഡ് വക്കീൽ ആസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പാട്രിയാർക്കി. ഈ വക്കീൽ എന്ന് പറയുന്ന കഥാപാത്രവും അപ്പൻ എന്ന് പറയുന്ന കഥാപാത്രവും പാട്രിയാർക്കിയുടെ ഒരു സിമ്പിളായിട്ട് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വരുന്നതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, അപ്പൻ represents traditional patriarchal values, enforcing strict gender roles and norms. അപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം പാട്രിയാർക്കിയുടെ ഒരു വക്താവാണ്. അദ്ദേഹം ജെൻഡർ റോൾസ് എല്ലാം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. He prohibits Devasena from studying after puberty, reflecting a belief that women's education is unnecessary. അയാളുടെ ഒരു ആക്ഷൻ നമ്മൾ ആദ്യം കാണുന്നത് ദേവസേനയ്ക്ക് പ്രായപൂർത്തിയായി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവളിന് പഠിക്കാൻ പോകണ്ട എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ അയാൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യം നമുക്കവിടെ മനസ്സിലാക്കാവുന്നതാണ്. Appan also arranges Devasena's marriage without her consent, demonstrating control over her life decisions. മറ്റൊരു കാര്യം, ദേവസേനയുടെ സമ്മതം ഇല്ലാതെ അവളോട് ചോദിക്കാതെ അവളെ വിവാഹം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 1948 ഈ നാടകം അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സ്ത്രീകളുടെ വിവാഹത്തിന് അവളുടെ സമ്മതമൊന്നും ചോദിക്കാറില്ല എന്നുള്ള രീതിയിൽ വീട്ടിലെ കാരണവന്മാരായിട്ടുള്ള ആളുകൾ തീരുമാനം എടുക്കുന്ന ആ ഒരു കൾച്ചറൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്.
He symbolizes the authority figure who uses his power to maintain patriarchal structures and control women's lives. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനാണ്. ഇതുപോലെ ഒരു അതോറിറ്റി ഫിഗറായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അതായത് സ്ത്രീകളുടെ ഒരു അനുവാദമോ സമ്മതമോ ഒന്നും ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കുന്ന ഒരു പാട്രിയാർക്കൽ സ്ട്രക്ചർ നിലനിർത്തുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഈ ഒപ്പനതിൽ കാണാൻ കഴിയുന്നത്. അടുത്തത് വക്കീലിന്റെ ക്യാരക്ടറാണ്. വക്കീൽ ഓൺ ദി അതർ ഹാൻഡ് റെപ്രസെന്റ്സ് എ ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് പാട്രിയാർക്കി, ഫോക്കസിങ് ഓൺ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് വിത്തിൻ മാരേജ്. ഇനി വക്കീലും പാട്രിയാർക്കിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. പക്ഷെ അയാള് ഈ വിത്തിൻ റിലേഷൻസ്, ഇവരുടെ വിവാഹ ജീവിതത്തിനകത്ത് ഉള്ള പാട്രിയാർക്കിയാണ് അയാൾ അവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഹി റിസ്ട്രിക്ട്സ് ദേവകീസ് ഫ്രീഡം ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്, എക്സ്പെക്ടിങ് ഹെർ ടു കൺഫേം ടു ട്രഡീഷണൽ ജെൻഡർ റോൾസ്. അവളുടെ ഈ ഫ്രീഡത്തെ അയാൾ അവിടെ എതിർക്കുന്നുണ്ട്. അവള് സോഷ്യൽ ലൈഫ്, സോഷ്യൽ ആക്ടിവിറ്റീസിന് പോകുന്നതിന് അയാൾ എതിർക്കുന്നുണ്ട്. അവരുടെ ഒരു ജെൻഡർ റോള് ആണ് അയാൾ അവിടെ കൊടുക്കുന്നത്. അതായത് ആ അടുക്കളക്കകത്ത് നിന്നിട്ട് അവളുടെ ജീവിതം അങ്ങനെ തീർക്കാനാണ് അയാൾ അവിടെ ശ്രമിക്കുന്നത്. വക്കീൽസ് ക്യാരക്ടർ ഹൈലൈറ്റ്സ് ഹൗ പാട്രിയാർക്കി ക്യാൻ മാനിഫെസ്റ്റ് വിത്തിൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് വെർ മെൻ എക്സെർട്ട് കൺട്രോൾ ഓവർ വിമൻസ് ലൈഫ്സ് ആൻഡ് ചോയ്സസ്. ഇനി വക്കീലിന്റെ ക്യാരക്ടർ അപ്പന്റെ ക്യാരക്ടറുമായിട്ട് ചെറിയൊരു വ്യത്യാസം വരുന്നത്, വക്കീല് തുടക്കത്തിൽ ഇതുപോലെ നേരിട്ട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുകയല്ല ചെയ്യുന്നത്, ഓരോ സൂത്രം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് പറയുന്ന സമയത്തൊക്കെ അയാൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും കുറെ നുണ പറഞ്ഞുകൊണ്ടുമൊക്കെ അവളെ പറ്റിക്കുവാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അയാൾ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ പ്ലേ അവസാനമാവുന്ന സമയത്തേക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇവർ തമ്മിൽ നേർക്ക് വാക്കുതർക്കം ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ ഇയാൾ പൂർണ്ണമായിട്ടും പാട്രിയാർക്കിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന രീതിയിലാണ് ആ സമയത്ത് നമ്മൾ ഇയാൾ ഈ പ്ലേക്കകത്ത് കാണുന്നത്. അടുത്ത ചോദ്യം, തൊഴിൽ കേന്ദ്രത്തിലേക്ക് ആസ് എ മെൽറ്റിംഗ് പോട്ട് ഓഫ് നമ്പൂതിരി വിമൻസ് പ്ലേറ്റ്. ഇനി നമ്പൂതിരി സ്ത്രീകളുടെ ഒരു അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു അവതരണമാണ് ഈ നാടകത്തിനകത്ത് എന്നാണ് പറയുന്നത്. സോഷ്യൽ കണ്ടെക്സ്റ്റ് റിഫ്ലെക്ട്സ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ നമ്പൂതിരി വിമൻ കൺഫൈൻഡ് ടു ട്രഡീഷണൽ റോൾസ് ആൻഡ് ഡിനൈഡ് എഡ്യൂക്കേഷണൽ ആൻഡ് സൊസൈറ്റൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഈ പ്ലേയുടെ സോഷ്യൽ കണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ നമ്പൂതിരി കമ്മ്യൂണിറ്റിക്കകത്തുള്ള സാഹചര്യമാണ്. അതായത് ഇതുപോലെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുക, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ജീവിതം നിഷേധിക്കപ്പെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. Portrays oppressive caste and gender hierarchies prevalent in Kerala society, especially among the Nambudiri community. അതുപോലെ തന്നെ കാസ്റ്റുമായി ബന്ധപ്പെട്ടും ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള ഹൈറാർക്കീസ്, അതായത് പുരുഷന്മാർ ഉയർന്ന് സ്ത്രീകൾ താഴെ എന്നുള്ള രീതിയിലൊക്കെയുള്ള അത്തരം ഹൈറാർക്കികളാണ് അന്നത്തെ ഒരു കേരള സമൂഹത്തിനകത്ത് ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് നമ്പൂതിരി കമ്മ്യൂണിറ്റിക്കകത്ത്. അത് ആണ് ഈ പ്ലേയുടെ ഒരു സോഷ്യൽ കണ്ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ക്യാരക്ടറൈസേഷൻ Female characters embody the struggles of Nambudiri women, including restrictions on education and forced marriages. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയാണ് അതിലെ ക്യാരക്ടേഴ്സ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. അവിടെ ഈ എഡ്യൂക്കേഷന് മുകളിലുള്ള റെസ്ട്രിക്ഷൻസിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് മാരേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ദർ എക്സ്പീരിയൻസസ് ഹൈലൈറ്റ്സ് ദ ലിമിറ്റേഷൻസ് ഇമ്പോസ്ഡ് ബൈ സൊസൈറ്റൽ നോംസ്. അങ്ങനെ സമൂഹത്തിന്റെ ഈ ഒരു സങ്കല്പങ്ങളൊക്കെ കാരണം കൊണ്ട് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഈ പ്ലേക്കകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. തീംസ് എക്സ്പ്ലോസ് തീംസ് ഓഫ് ഫ്രീഡം, ഏജൻസി ആൻഡ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഒപ്രസീവ് ട്രഡീഷൻസ്. ഫ്രീഡം ആണ് പ്രധാനമായിട്ടുള്ള തീമായിട്ട് വരുന്നത്. വിമൻ എംപവർമെന്റ്, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ജീവിതം അവർ കരുതുന്ന രീതിയിലായിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. Portrays how Nambudiri women find ways to assert their identity and challenge patriarchal norms. മറ്റൊന്ന് ചരിത്രപരമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ തൊഴിൽ കേന്ദ്രം എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഈ ഒരു ദേവസേന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ആക്ച്വലി ഒരു റിയൽ ഇൻസിഡന്റിലെ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്നാണ് പറയുന്നത്. ആ രീതിയിൽ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇവർ ഈ പാട്രിയാർക്കൽ ഈ വാല്യൂസിനെ അതിജീവിക്കുന്നത്, ആ ഒരു ഒപ്രഷനെ ഇവർ മറികടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പ്ലേക്കകത്ത് കാണാൻ കഴിയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അനാലിസിസ് ഓഫ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇൻ തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ഇനി ഇതിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ അനാലിസിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ദേവകിയാണ്. സിംബലൈസസ് ഡിഫിയൻസ് അഗെയിൻസ്റ്റ് പാട്രിയാർക്കൽ നോംസ്, റിഫ്യൂസിംഗ് ടു സറണ്ടർ ഹെർ ഫ്രീഡം ആൻഡ് ചലഞ്ചിങ് ട്രഡീഷണൽ ജെൻഡർ റോൾസ്. അവളുടെ ഹസ്ബൻഡിന്റെ മുമ്പിൽ അവളുടെ ഫ്രീഡം അടിയറവ് വയ്ക്കാത്ത, അങ്ങനെ പാട്രിയാർക്കൽ നോംസിനെ വെല്ലുവിളിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ദേവകിയെ കാണുന്നത്. represents a struggle for autonomy and self-determination faced by women in a patriarchal society. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിക്കകത്ത്
ഈ സെൽഫ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളിൻ്റെ സിമ്പിളൊക്കെ ആയിട്ടാണ് നമ്മൾ ദേവകിയെ കാണുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ദേവകിയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ വരുന്നത് പാർവതിയാണ്. എ സപ്പോർട്ടീവ് ഫ്രണ്ട് ഹു സ്റ്റാൻഡ്സ് ഇൻ സോളിഡാരിറ്റി വിത്ത് ദേവകി ആൻഡ് ദേവസേന, ഷോവിങ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ സ്ട്രഗിൾസ്. പാർവതിയാണ് ഈ ദേവകിയുടെയും ദേവസേനയുടെയും ഈ പ്രശ്നങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരു സോഷ്യൽ റിഫോമർ എന്നുള്ള രീതിയിലും. റിപ്രസെൻറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സോളിഡാരിറ്റി എമംഗ് വിമൻ ഇൻ ചലഞ്ചിങ് പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ പാർവതിയുടെ പ്രധാനമായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സോളിഡാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതായത് അവരുടെ ഈ പ്രശ്നങ്ങളെ നേരിടുന്നതിനും അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും എങ്ങനെയാണ് ഈ സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പാർവതിയുടെ ഒരു ക്യാരക്ടറിലൂടെ കാണുന്നത്. പിന്നെ വരുന്നത് ദേവസേന എന്ന ക്യാരക്ടറാണ്. ഹൈലൈറ്റ്സ് വൾണറബിലിറ്റി ഓഫ് നമ്പൂതിരി വിമൻ ഹു ഓഫ്റ്റൻ ഹാഡ് ലിമിറ്റഡ് ഏജൻസി ഇൻ ദെയർ ഓൺ ലൈഫ്സ്. ആ കാലഘട്ടത്തിലുള്ള നമ്പൂതിരി സ്ത്രീകളുടെ ഒരു സിമ്പിൾ എന്നുള്ള രീതിയിലാണ് ദേവസേന ഈ പ്ലേക്കകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. റിഫ്ലെക്ട്സ് ദ ബ്രോഡർ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ട്രഡീഷണൽ സൊസൈറ്റീസ് വേർ ചോയ്സസ് ആൻഡ് ഫ്രീഡം ആർ ഓഫ്റ്റൻ റിസ്ട്രിക്റ്റഡ്. അവരുടെ കാര്യങ്ങളിൽ അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഒന്ന്, അവൾക്ക് പ്രായപൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് അവളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കാതിരിക്കുന്നത്. പിന്നീട് അവൾക്ക് സമ്മതമില്ലാത്തൊരു വിവാഹത്തിന് അവളെ നിർബന്ധിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആ അവസ്ഥകളെയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ള രീതിയിൽ ഒരു മാറ്റത്തിന്റെ സിമ്പിളായിട്ട് കൂടി ദേവസേന അവിടെ വരുന്നുണ്ട്. പിന്നീട് ഒരു മൈനർ ക്യാരക്ടേഴ്സാണ് വരുന്നത്. അമരത്താട്ട് അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, പിന്നെ ശ്രീദേവി എന്ന് പറയുന്ന ഒരു ഭക്തയായിട്ടുള്ളൊരു ക്യാരക്ടർ. അവരൊക്കെ ഈ സോഷ്യൽ നോംസിനോട് ചേർന്ന് നിൽക്കുന്ന, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ പ്ലേക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.